നമ്മുടെ പതിവുള്ള അടുക്കളക്കാര്യം പറഞ്ഞുതരാം. രാവിലെ ചോറടുപ്പത്ത് വെച്ചു. പിന്നെ ഏത്തക്കായും ഉള്ളിയും കൂടെ ഇട്ട് തോരനും ഇച്ചിരി വെള്ളരിക്കയും മാങ്ങയും കൂടെ ഇട്ട് പച്ചടിയും വെക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ കുറച്ച് നൊത്തോലി ഉണ്ടായിരുന്നു, അത് പൊരിക്കാനും. കറികളൊക്കെ ഉണ്ടാക്കാൻ തേങ്ങ വേണ്ടേ. അപ്പോൾ പണ്ട് മുതൽ എൻ്റെ സൂരജാണ് എനിക്ക് തേങ്ങ ചിലവ് തരണതേ. കടു പൊട്ടിയതിന് ശേഷം ഇച്ചിരി ഉഴുന്ന് പരിപ്പിട്ട് പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഈ വാഴയ്ക്ക ഇട്ട് കൊടുത്താൽ മതി. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണ്ട. കണ്ട, അതിൽ ഊറി നിന്ന വെള്ളം പോലും ഞാൻ കളഞ്ഞു. ആവിയിൽ വെന്തോളും. അങ്ങനെ തോരൻ റെഡി. വെള്ളരിക്കയും മാങ്ങയും കൂടെ ഇട്ടുള്ള കറിയും റെഡി. സൂരജിന് പണ്ടേ ഉള്ള സ്വഭാവം, എന്തെങ്കിലും കറി വെച്ചാൽ തവി എടുത്തിട്ട് ഇങ്ങനെ അത് ഇളക്കും. ഞാൻ ഓട്ടിക്കും കേട്ടാ, കറി ചീത്തയാവുമെന്ന് പറഞ്ഞ്. കാത്തൂന് ചോറ് കെട്ടാൻ വേണ്ടി ഇത്രയും റെഡിയാക്കി വെച്ചിട്ട് ഞാനും ചേട്ടനും കൂടെ മീൻ വാങ്ങിക്കാൻ പോയേ. നൊത്തോലി, കൊഴിയാള, ചൂര ഇത്രയും മീൻ കിട്ടി. പിന്നെ മീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴി മരച്ചിനിയും വാഴക്കൂമ്പും കിട്ടി. അതും കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. മീനെല്ലാം എടുത്ത് ചട്ടിയിലിട്ടപ്പോഴത്തേക്കും ഗ്യാസ് കൊണ്ടുവന്നേ. പുള്ളി അത് അവിടെ കൊണ്ട് വയ്ക്കുമ്പം തന്നെ അതിൻ്റെ വാഷറൊക്കെ ശരിയാണോ എന്നൊന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. ഗ്യാസ് കൊണ്ടുവന്ന ശശിയേട്ടനെ അവിടെ പിടിച്ച് നിർത്തി നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. പ്ലാസ്റ്റിക്കൊക്കെ കഴുകി വെച്ചിരുന്നാൽ അവർ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. എന്നാൽ പിന്നെ മീൻ കട്ട് ചെയ്ത് കളയാം. എനിക്കിങ്ങനെ പുറത്തിറങ്ങി പേപ്പറൊക്കെ ഇട്ട് വിശാലമായിട്ട് മീൻ കട്ട് ചെയ്താണ് കംഫർട്ട് കേട്ടാ. കണ്ട, ചൂര, നൊത്തോലി, കൊഴിയാള എല്ലാം റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. കൊഴിയാള കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചേ കാത്തൂന് ചോറ് കെട്ടാൻ. പിന്നെ നൊത്തോലിയും ചൂരയും കറി വെച്ചു. ചോറ് കെട്ടുമ്പം മീൻ കറിയാണെങ്കിൽ തലേന്നത്തതും മീൻ പൊരിക്കുന്നതാണെങ്കിൽ ഫ്രഷുമായിട്ടാണ് ചോറ് കൊടുത്തേക്കുന്നത്. മരിച്ചിനിയും പെട്ടെന്ന് തന്നെ അടുപ്പത്താക്കി. കുറച്ച് ചൂരയും കൊഴിയാളയും പൊരിക്കാനെടുത്തു. അതിൽ ഒരു വലിയ ചൂര അങ്ങനെ തന്നെ ഇട്ടു. സൂര്യന് വലിയ കഷ്ണം വേണം. നല്ല വെന്തുടയുന്ന പോലെ നല്ല സൂപ്പർ മരിച്ചിനിയായിരുന്നു. ഇത് നമ്മുടെ വീട്ടിൽ ഒരുപാട് കറികളുണ്ട്. കാരണം മീൻ വാങ്ങിക്കണ അന്നത്തെ ദിവസം നിറയെ കറികൾ കാണും. ബിക്കോസ് കാത്തൂന് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ 1-2 കറികൾ വെക്കുമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മീൻ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്നും മീൻ വാങ്ങിക്കണതിൻ്റെ അന്ന് നമുക്ക് ഇവിടെ നിറയെ കറികൾ കാണും. പക്ഷേ അങ്ങനെ സാധാരണ നമ്മുടെ വീട്ടിൽ അത്രത്തോളം കറി വെക്കുന്ന ഒരു വീടല്ല. പക്ഷേ ആക്സിഡൻ്റലി പറ്റിപ്പോകുന്നതാണ്. ഇറ്റ്സ് ഹാപ്പൻ. നമ്മൾ ചോറും മരച്ചിനിയും കുഴച്ച് കഴിക്കുമ്പോഴായാലും അല്ല ചോറ് മാത്രം കഴിക്കുമ്പോഴായാലും നമ്മൾ മീൻകറി ഒഴിക്കുമല്ലോ. ഈ മീൻകറിക്കൊപ്പം തന്നെ തേങ്ങ അരച്ച ഏതേലും കറി, ഇപ്പം വെള്ളരിക്ക കറിയോ അല്ലെങ്കിൽ വെറുതെ തേങ്ങ അരച്ച ഒഴിച്ചു കൂട്ടാൻ കറിയോ ഉണ്ടല്ലോ, ഇതെന്തേലും ഈ മീനിൻ്റെ ഒപ്പം അതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കണം. അന്യായ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.